ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാൻ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളൊരു അളവാണ് കാണിക്കുന്നത്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി ഫ്ലെക്സ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ക്യാബേജ് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പോളം ക്യാരറ്റ് കട്ട് ചെയ്തതും ഒരു ചെറിയ സവാളയുടെ പകുതി കട്ട് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. മുട്ടയുടെ കൂടെ ഈ വെജിറ്റബിൾസ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഓട്സ് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ആദ്യം കട്ടയൊന്നുമില്ലാതെ കലക്കി എടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വെജിറ്റബിൾസിൻ്റെയും മുട്ടയുടെയും ആ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓട്സിന് പകരം ഗോതമ്പ് പൊടി എടുത്താലും മതി. ഞാനിപ്പോൾ ഓട്സ് എടുത്തതേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി യോജിപ്പിച്ച് വെക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ മുട്ടേൻ്റെ ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് പരത്തി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഒരു കട്ടി ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ. മുട്ട ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചാൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചാലാണ് നമ്മൾ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസ് കൂടി ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഒരു 7-8 മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചാൽ തന്നെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ മുകൾ ഭാഗവും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ പാനിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ മുകൾ വശവും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ പ്രത്യേകിച്ച് വേറെ ഒന്നും വേണമെന്നില്ല. നല്ല ഫില്ലിംഗ് ആണ്. ഇതിപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു അളവാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും അതുപോലെ ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.